സോ ഗൈസ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ RTR 310 യൂസ് ചെയ്യുന്ന ഒരു നക്കിൾ ഗാർഡ് സെറ്റ് എങ്ങനെ ഈ ഒരു RTR 200 അല്ലെങ്കിൽ 160 എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ ബോക്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ബോക്സ്. ഇത് ഞാൻ TVSൻ്റെ തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് MRP 2000 രൂപയാണ് വരുന്നത്. ഇത് ഓഫറിൽ 1700 ഇപ്പോൾ. അപ്പോൾ 1700 ഞാൻ വാങ്ങിച്ചത്. ഇനി നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ വ്യൂ ആണിത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഓർഡർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഹാൻഡിൽ ബാറിൽ ഈ ഒരു അലുമിനിയം ഫ്രെയിം ഫിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് ഈ ഒരു ബാർ ആൻഡ് വെയിറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യേണ്ടത്. ഈ ബാർ ആൻഡ് വെയിറ്റ് ഇട്ടിട്ട് ഇതിലൂടെ ഒരു ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക് ബ്രാക്കറ്റ് നമുക്ക് ബോക്സിൽ കിട്ടുന്നതാണ് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഈ ഒരു വണ്ടിക്ക് ഇത് കൂടുതലായിരിക്കും. അപ്പോൾ RTR 310 വേണ്ടിയിട്ടുള്ള ലെങ്ത്തിലാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബ്രാക്കറ്റ് വരിക. അപ്പോൾ ഇതിൽ ഈ ഒരു വണ്ടിക്ക് സ്യൂട്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഈ ഒരു മിററിൻ്റെ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലൊരു ഹോൾ ഇട്ടു. അതുപോലെ ഇതിൻ്റെ മേലെയുള്ള ഈ ഒരു പ്ലാസ്റ്റിക് ഈ ഒരു ക്ലാമ്പ് അത് ഞാൻ കസ്റ്റം ഡിസൈൻ ചെയ്തെടുത്താണ്. അത് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ കാണിക്കാം. എന്നിട്ട് അതിലൊരു ഹോളിട്ട് ഇതുപോലെ ഒരു Allen key ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ റൈറ്റ് സൈഡിൽ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാമ്പിന് താഴെ, ഈ കാണുന്ന ക്ലാമ്പിന് താഴെയാണ് ഈ ഒരു ബ്രാക്കറ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നതും സെയിം ടൈപ്പ് തന്നെയാണ്. ഈ ഒരു ബ്രാക്കറ്റിൽ ലെങ്ത്ത് ഈ ഒരു മിററിനെ ചേർത്ത് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രാക്കറ്റിൽ ഒരു ഹോൾ ഡ്രിൽ ചെയ്തു. അതിന് ശേഷം ഈ കാണുന്ന ക്ലാമ്പ് ഈ മിററിലെ ആ ഒരു ഹോളിൽ ഫിറ്റ് ചെയ്തിട്ട് അതിലിട്ടും ടൈറ്റ് ചെയ്തു. എന്നിട്ട് ഈ Allen key ബോൾട്ട് വെച്ചിട്ട് ഈ ഒരു ബ്രാക്കറ്റ് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡെല്ലാം ഓർഡറെല്ലാം അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു നക്കിൾ ഗാർഡ്സിന് വേണ്ടിയിട്ടുള്ള നട്ടും ബോൾട്ടെല്ലാം TVS തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഈ ഒരു ബോൾട്ട് മാത്രമാണ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫിറ്റിങ്ങിലുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാമ്പ് ഡിസൈൻ ചെയ്ത് ഇതിൽ ഹോളിട്ട് ഈ ഒരു അളവിൽ ഫിറ്റാക്കി നിർത്തുക എന്നുള്ളൊരു കാര്യമാണ്. അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ക്ലാമ്പ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് പറഞ്ഞുതരാം. ഞാനത് പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിലും കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇതേ ഒരു തിക്നെസ്സുള്ള ഒരു മെറ്റൽ ഷീറ്റിൽ ചെയ്താൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും ഇത്. അപ്പോൾ ഞാനിത് പ്ലാസ്റ്റിക്കിൽ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയൽ. ഇത് മറ്റേ പാത്തിയിലൊക്കെ വെള്ളം പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിൻ്റെ സൈഡിൽ കാണാം, ഇത് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ കട്ട് ചെയ്ത ആ പീസിൽ 2 ഹോൾ ഇട്ടിട്ട് ഡ്രിൽ ചെയ്തിട്ടാണ് ഈ ഒരു ഇതുപോലെ ആക്കിയിരിക്കുന്നത്, ഈ ക്ലാമ്പ് പോലെ ആക്കിയിരിക്കുന്നത്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാമ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിൽ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റ് ഫിനിഷ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന 2 ക്ലാമ്പുകളാണ് ഞാൻ ആ പ്ലാസ്റ്റിക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഡ്രിൽ ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും ആ ക്ലാമ്പുകൾ രണ്ടും. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് കളർ മാറ്റ് ഫിനിഷ് പെയിൻറ്റ് അടിച്ചെടുത്തു അതിന്. അപ്പോൾ അവസാനം ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്കാണ് ഈ കാണുന്നത്, ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇങ്ങനെ ഒരു ലുക്കായിരിക്കും. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഈ ഒരു ഐറ്റം. ഇതിനകത്തുനിന്നുള്ള ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ റൈഡർ POVയിൽ ഇങ്ങനെ ആയിരിക്കും ഇത് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട, ഷെയർ ചെയ്യാനും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ഗുഡ് ബൈ.